ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് സുക്കീനി വെച്ച് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ സുക്കീനി ഇറ്റലിയിൽ ഉള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ. അതായത് നമ്മുടെ മത്തങ്ങയുടെ ഒക്കെ വിഭാഗത്തിൽ വരുന്ന ഒരു പച്ചക്കറി. അത് നമുക്ക് നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു തോരൻ വയ്ക്കാം. അപ്പം അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ടത്, കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകിട്ട് പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സുക്കിനെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വയ്ക്കാൻ. നമുക്കിത് സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കൂലേ, അതേപോലെ വെക്കാം കേട്ടോ. ഇതിപ്പം ഇവിടെ ഈ തേങ്ങയും ഇതൊന്നും കിട്ടൂലല്ലോ. പിന്നെ മറ്റേ എന്താണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അങ്ങനത്തെ സാധനം കിട്ടുന്നത്. അപ്പം അരയ്ക്കൊന്നും വേണ്ടില്ല. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ ഈ സംഭവം നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. അതായത് തോരൻ വെച്ച് കഴിയുമ്പോൾ ഒരു കോവയ്ക്കാത്തോരൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. അപ്പം ഇതിനകത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ള ഇതാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പോൾ ഇതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് തേങ്ങ നമുക്കിവിടെ പാക്കറ്റായിട്ട് കിട്ടും, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചാൽ നന്നായിട്ട് വെന്ത് വരും. വെള്ളമൊന്നും ചേർക്കണ്ട, അതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങും. നല്ല അടിപൊളി ഒരു സംഭവമാണ്. ഇപ്പം എപ്പോഴെങ്കിലും ഈ സാധനം കിട്ടുക ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ പച്ചത്തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു തട്ടിക്കൂട്ട് തോരൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സൂപ്പർ ടേസ്റ്റാണ്. എന്താ പറഞ്ഞില്ലേ, കോവയ്ക്ക തോരൻ്റെ ഒരു ടേസ്റ്റ്. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഇത് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നും വിചാരിക്കും വീഡിയോ കേട്ടു, പക്ഷേ ഭയങ്കര മടി. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചാനല്. നമ്മളാർക്കും ദോഷം ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല, നല്ല വീഡിയോ അല്ല ഇടുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോടെ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.